ഹലോ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നിങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ടാവും കറി വെക്കണത് അല്ലേ. അപ്പോൾ ഇതെന്ത് പച്ചമുളക് കൊണ്ട് എന്ത് കറിയാണ് ഉണ്ടാക്കണത് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മളത് പുതിയൊരു ടിപ്പായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ പുതിയൊരു കറി ഉണ്ടാക്കാൻ വേണ്ടി, കറി എന്ന് പറയുന്നത് ഗ്രേവിയാണ് കേട്ടോ അത്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടി ഇത് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ളത് പച്ചമുളക്, ചുവന്നുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി നിങ്ങൾ അങ്ങനെ അരിഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇതാണ് ഇത് മെയിൻ ആയിട്ട് വേണ്ടത്. പിന്നെ കറിവേപ്പില. അപ്പൊ ഇതൊക്കെ നമ്മൾ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തില് ഒരു പുളി വേണം. നമ്മളിത് പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിലേക്ക് നമ്മളിത് എണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ എണ്ണ ഒഴിച്ച് എണ്ണ നല്ലോണം ചൂടാവുമ്പോൾ നമ്മൾ അതിലേക്ക് വേണ്ടത് കടുകിട, ഒരു ടീസ്പൂൺ കടുകിട. പിന്നെ വേണ്ടത് ഉലുവ ഇട കേട്ടോ, ഒരു ടീസ്പൂൺ ഉലുവ ഇട. അത് നല്ലോണം പൊട്ടി വരുമ്പോഴത്തേക്ക് നമ്മളിതാ ഇതിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ളത് നിങ്ങളങ്ങനെ അരിഞ്ഞിട്ടുള്ളത് ഇഞ്ചി, ഫസ്റ്റ് ഇഞ്ചി ഇടുക. പിന്നെ ചുവന്നുള്ളി, ചെറിയ ചുവന്നുള്ളി. എത്ര കണക്കൊന്നുമില്ല കേട്ടോ, നിങ്ങൾക്ക് വേണ്ട. കൂടുതൽ ആൾക്കാരുണ്ടാകുമ്പോൾ കൂടുതലിടാം, കുറച്ച് ആൾക്കാരുള്ള കുറച്ച്. ഞാൻ എന്താ 20 ചെറിയുള്ളി ആട്ടോ എടുത്തിട്ടുള്ളത്. ഒരു 5-6 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ 5 പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉണ്ടമുളകൊക്കെ ആണെങ്കിൽ ഒരു 4 എണ്ണൊക്കെ മതി കേട്ടോ. ഇത് എരിവുണ്ട്, പക്ഷെ വലിയ അത്യാവശ്യമൊന്നും എരിവൊന്നുമില്ല, എന്നാലും എരിവുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ 5 പച്ചമുളക് എടുത്തിട്ടുള്ളത്. അപ്പൊ ഫസ്റ്റ് പച്ചമുളക് കൂടാതെ വെളുത്തുള്ളിയും ഇഞ്ചിയും ചുവന്നുള്ളിയും നല്ലപോലെ വഴറ്റുക. നല്ലപോലെ വലിയ ചുവന്നുള്ളിയൊക്കെ ആണെങ്കിൽ നടു കഷ്ണം കീറുക കേട്ടോ. അപ്പോൾ പിന്നെ ഇത് ചെറിയതായതിനെ കൊണ്ടിട്ട് നമ്മളത്. പിന്നെ അതേപോലെ തന്നെ പച്ചമുളക് ഇങ്ങനെ നീളങ്ങനെ 4 ബാറാക്കിയിട്ട് മുറിക്കുക കേട്ടോ. ചില ഒന്നായിട്ട് കട്ട് ചെയ്യണ്ട, ഇങ്ങനെ 4 ബാറായിട്ട് അതിൽ തന്നെ നിൽക്കുന്ന കോലത്തിലൊക്കെ ഇടുക, എന്നാലേ എരിവൊക്കെ അതിലേക്ക് പിടിക്കുള്ളൂ കേട്ടോ. അപ്പൊ ആ പച്ചമുളകും അതിലിട്ടിട്ട് നല്ലോണം വഴറ്റുക, നല്ലോണം വഴറ്റിക്കോട്ടെ കേട്ടോ. അപ്പൊ നമ്മളത് നല്ലോണം വഴറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മള് കറിവേപ്പില, കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട് കേട്ടോ. അടിപൊളി കറിയാണ് കേട്ടോ ഇത്. നല്ലൊരു സൈഡിലേക്ക് നമ്മളൊരു കറിക്ക് നമ്മൾ സൈഡിലേക്ക് ഒരു അച്ചാറൊക്കെ ഉണ്ടാവുമല്ലോ, പുളിയിഞ്ചി, അതേപോലൊക്കെ ആണ് കേട്ടോ ഇത് ഉണ്ടാവുക. അപ്പൊ നിങ്ങൾ എന്തായാലും പരീക്ഷിച്ച് നോക്കുക, എന്റെ കമന്റ് ബോക്സിൽ അറിയിക്കട്ടോ. പിന്നെ നമ്മൾ പുളിയുടെ വെള്ളം എടുത്തിട്ടുണ്ട്. ആ വെള്ളം അതിലേക്ക് ഒഴിക്കുക. ഒരു കപ്പ് വെള്ളമായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പൊ അതിലേക്ക് ഒഴിക്കുക. അതിൽ നിന്ന് നല്ലോണം വേവട്ടെ. ആ പുളിവെള്ളത്തിൽ നല്ലോണം വേവട്ടോ. ഇതിൽ ബാക്കിയുള്ള പൊടികളൊന്നും ഇടുന്നില്ല കേട്ടോ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അങ്ങനത്തെ പൊടികളൊന്നും ഇടുന്നില്ല. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് എടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ 1.5 ടീസ്പൂൺ ഉപ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഉപ്പ് ഇട്ടിട്ട് ഈ പുളിവെള്ളത്തിൽ ചുവന്നുള്ളി വെളുത്തുള്ളിയൊക്കെ നല്ലോണം വേവട്ടെ. അപ്പൊ നമ്മൾ കുറച്ചു നേരം മൂടി വെച്ചിട്ടുണ്ട്. ഒരു 3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അത് തുറന്നു വെച്ചിട്ട് ആ സമയം കൊണ്ട് നമ്മളിതാ ശർക്കരയാണ് ഇടാൻ പോകുന്നത്. എരിവൊക്കെ ഒന്ന് പാകപ്പെടുത്തി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ശർക്കര ഉപയോഗിക്കുന്നത്. ശർക്കര ഇല്ലെങ്കിൽ കുറച്ച് പഞ്ചസാര ഇട്ടാൽ കേട്ടോ. അപ്പൊ നമ്മുടെ ശർക്കര ഉണ്ടായത് കൊണ്ടിട്ട് ശർക്കര നമ്മള് ഒരു ഫുള്ളും എടുത്തിട്ടില്ല, അതിന്റെ പകുതിയായിട്ട് എടുത്തിട്ടുള്ളത്. അത് നല്ലോണം നമ്മൾ എടുത്തിട്ടുണ്ട്. അങ്ങനെ അതും നമ്മൾ ഇതിലേക്ക്, അത് ഒരു 1/4 കപ്പാണ് ഇട്ടിട്ടുള്ളത്. അതും അതിലേക്ക് എന്താക്കുക, ഇടുക. കുറച്ച് പകുതി വേവായി എന്ന് കണ്ടപ്പോഴാണ് അത് ഇടേണ്ടി കേട്ടോ. ഒരു 1/4 കപ്പാണ് എടുത്തിട്ടുള്ളത്. അതും അതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഇളക്കുക. അപ്പൊ ഒരു ഇളക്കി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഒരു ഗ്രേവി മോഡലാണ് ഉണ്ടാവുക. ഒരു വെള്ളം പോലെ ഉണ്ടാവരുത് കേട്ടോ, ഗ്രേവി മോഡലാണ് വേണ്ടത്. അപ്പൊ നമ്മൾ ഏകദേശം ഈ കറി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നല്ലൊരു സ്മെല്ലും പച്ചമുളകിൻ്റെതും ചുവന്നുള്ളിൻ്റെ നല്ലൊരു സ്മെല്ലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇതേപോലെ ഉണ്ടാവും. പിന്നെ കുറച്ചും കൂടി ഒന്ന് വേവിക്കണം കേട്ടോ. നമ്മള് തുറന്നിട്ടിട്ട് ഒന്നും കൂടിയും ഇളക്കുകയാണ്. അപ്പൊ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അപ്പൊ ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. നല്ല അടിപൊളിയാണ്, ഒരു നാടൻ സ്റ്റൈലിലുള്ള ഒരു ഡിഷാണ് കേട്ടോ. അപ്പൊ ഇത് കറിയായിട്ട് ഇങ്ങനെ ഒഴിക്കാൻ മാത്രമൊന്നും ഇല്ല. അത് സൈഡിലേക്ക് ഒരിത്തിരി നമ്മൾ അച്ചാറൊക്കെ കൂട്ടുന്ന പോലെ ഒരു ഒത്തിരി മതി. അത് മതി ചോറിന്, വേറെ ഒന്നും വേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പൊ നമ്മളതാ കറി ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇതിന് മുളക് കറി, പുളിക്കറി, അങ്ങനെ എന്ത് വേണം നിങ്ങൾക്ക് പറയാം. അപ്പൊ അടിപൊളി ഡിഷാണ് ഇത്. എന്തായാലും നിങ്ങളെ വീട്ടിൽ ഇത് പരീക്ഷിച്ച് നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റ്. നിങ്ങൾ ശരിക്കും നല്ല എരിവൊക്കെ ഉണ്ടാവും, പക്ഷെ എരിവും മധുരവും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് അടിപൊളിയാണ്. അപ്പൊ നമ്മളത് ചോറിനുണ്ട്, ചോറ് തിന്നാനായിട്ടുണ്ട്. ചോറിനേക്ക് അതും കൂട്ടിയിട്ടാണ് നമ്മൾ കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ശരിയാക്കും, ടേക്ക് കെയർ.